بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن ورائهم برزخ إلى يوم يبعثون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഉറപ്പുള്ള കാര്യമാണ് നമ്മുടെ മരണമെന്ന് പറയുന്നത്. ആ മരണത്തിന് ശേഷം നമ്മളെല്ലാവരും ഒരിക്കൽ നിർബന്ധമായും എത്തിച്ചേരേണ്ടുന്ന ഒരിടമുണ്ട്. എന്നാൽ ആ ഇടത്തെക്കുറിച്ച് നമ്മളിൽ പലരും അശ്രദ്ധരാണ് എന്നാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ്, ഓർമ്മപ്പെടുത്തലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുവഴി നമ്മുടെ ആ അമലുകൾക്ക് കൂടുതൽ ശക്തി പകരാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സാധാരണ പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, യൗമാനി വലൈലതാനി, 2 പകലുകളും 2 രാത്രികളും, ലൻ തസ്മഇൽ ഖലായിഖ ബിമിസ്ലിഹിന്ന ഖത്, ആ 2 രാത്രികളെ പോലെ, ആ 2 പകലുകളെ പോലെ, അതുപോലെയുള്ള ഒന്നിനെക്കുറിച്ച് ഒരു സൃഷ്ടിയും അറിയുകയേ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നിട്ട് പറയാണ്, ഏതാണ് 2 പകലുകൾ? യൗമ യഅതീകൽ ബശീറു മിനല്ലാഹി ഇമ്മാ ഇലൽ ജന്ന വ ഇമ്മാ ഇലൻ നാർ. അള്ളാഹുവിന്റെ സന്തോഷം കിട്ടുന്ന പകലാണത്. ആ മനുഷ്യൻ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത അറിയുന്ന പകല്. രണ്ടാമത്തെ പകൽ എന്നുള്ളത് യൗമുൻ തുഅതി കിതാബക ഇമ്മാ ബിയമീനിക വ ഇമ്മാ ബിശിമാലിക്.
ദുനിയാവിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തിയ നമ്മുടെ ഗ്രന്ഥം, ആ ഗ്രന്ഥം നമുക്ക് ലഭിക്കുന്നതൊരു പകലായിരിക്കും. അത് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ ലഭിക്കുക എന്നുള്ളത് അതൊരു പകലിലായിരിക്കും അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഏതാണ് 2 രാവുകൾ? യൗമതു സബീഹതുഹാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ ഉണ്ടാവുക ഒരു രാവിലെയാണ്, ആ രാവിലെയുടെ ഒരു രാത്രിയുണ്ട്. രണ്ടാമത് പറഞ്ഞത് ലൈലത്തുൻ തബീതു മാ അഹ്ലിൽ ഖുബൂർ, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരിച്ച മണ്ണോട് ചേരുമ്പോൾ ആ ഖബറിൽ കൊണ്ട് മറമാടി നമ്മൾ എല്ലാവരും തിരിച്ചു പോരും. ആ സമയത്ത് ആ ഒരു നമ്മുടെ ഖബറിലുള്ള ഒരു ആദ്യ രാത്രിയുണ്ട്. ആ രാത്രിയെക്കുറിച്ചും ഒരാൾക്കും അറിയുകയില്ല. അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞ 2 രാത്രികളിൽ രണ്ടാമത്തെ രാത്രി, ആ രാത്രിയെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്, ആ ഖബറിലുള്ള ആദ്യ രാത്രിയെക്കുറിച്ച്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഖബർ. നമ്മൾ ഒരുപാട് ആളുകളെ ആ ഖബറിലേക്ക് ഇറക്കി വച്ചിട്ടുണ്ട്. നമ്മൾ ഇടുങ്ങിയ ഇരുട്ട് നിറഞ്ഞ ഖബർ. ഫീ ദുൽമത്തിൽ ഖബരി ലാ ഉമ്മുൻ ഹുനാക് വലാ അബുൻ ഷഫീഖ് വലാ അഖുൻ യുഅന്നിസുനി. ആ ഇരുട്ട് മൂടിയ ഖബറിൽ നമ്മൾ ഒറ്റക്ക. ദുനിയാവിലെ വാത്സല്യം തന്ന് കൂടെ ഉണ്ടായിരുന്ന ഉമ്മ നമ്മുടെ കൂടെ ഉണ്ടാകൂല. എല്ലാത്തിനും ധൈര്യം പകർന്ന് നമ്മുടെ കൂടെ സദാസമയം നമുക്ക് കരുത്തു പകർന്നുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വാപ്പ നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ കൂടെ സദാസമയം സംരക്ഷകരായിരുന്ന നമ്മുടെ കൂടെപ്പിറപ്പുകൾ ആരും തന്നെ കൂടെ ഉണ്ടാവില്ല. തൻ്റെ പ്രിയപ്പെട്ടവനില്ല, തൻ്റെ പ്രിയപ്പെട്ടവളില്ല, എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരില്ല. തനിക്ക് ദുനിയാവിൽ എല്ലാ സുഖങ്ങളും തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒന്നും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവൻ ഒറ്റയ്ക്കായിരിക്കും, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ആ മരിച്ച് ഈ ദുനിയാവ് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് വരെ അവൻ ബർസഖിലായിരിക്കുന്ന. ആ ബർസഖ് എത്ര കാലമാണെന്ന് അള്ളാഹു പഠിപ്പിച്ചോ? ഇല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്ന് മരിച്ചവരെല്ലാവരും ബർസഖിലാണ്. ഇനി എത്ര കാലം എന്നുള്ളത് അല്ലാഹു അഅലം, നമുക്കറിയില്ല. ആ ബർസഖിലുള്ളത് എന്താ? ആ ബർസഖിലുള്ളത് രക്ഷയാണ്, ശിക്ഷയാണ്. ആ ബർസഖിലുള്ളത് വിചാരണയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ ഖബർ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് സൗഭാഗ്യത്തിന്റെ വീടായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഖബർ എന്ന് പറയുന്നത്, ബർസഖ് എന്ന് പറയുന്നത് ദൗർഭാഗ്യത്തിന്റെ വീടായിരിക്കും. നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് ആ വീട്ടിലേക്കുള്ള എന്തൊരുക്കമാണ് ഞാൻ ചെയ്തത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്ന മറുപടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നുള്ളതാ, എൻ്റെ മക്കൾക്ക് വേണ്ടി എന്നുള്ളതാ. പക്ഷേ അള്ളാഹ് ചോദിച്ചത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തുണ്ടാക്കി എന്നുള്ളതല്ല. അള്ളാഹ് ചോദിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നിങ്ങൾ ഓരോരുത്തരും അവനവനോട് ചോദിക്കണം, നിങ്ങൾ എന്താണ് നിങ്ങൾ നാളേക്ക് വേണ്ടി സമ്പാദിച്ചു വച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് ചോദിക്കുന്നവർ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചോദിക്കണം, ഞാൻ എന്താണ് എൻ്റെ ബർസഖിന് വേണ്ടി ചെയ്തത്, ഞാൻ എന്താണ് എൻ്റെ പാരത്രിക ജീവിതത്തിന് വേണ്ടി ചെയ്തത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സദസ്സിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ കൂടെയുള്ള ആളോട് പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചത് എൻ്റെ ഖബറിനെ കുറിച്ചും ആ ഖബറിലുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ചുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നക ലഔറഅയ്തൽ മയ്യിത ബഅദ സലാസിൻ ഫിൽ ഖബർ. 3 ദിവസത്തിന് ശേഷം ആ ഖബറിലുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലസ്തൗഹഷ്ത മിൻ ഖുർബിഹി, അവന്റെ അടുത്തേക്ക് നിങ്ങൾ അടുക്കൂല. ഏതൊരു മനുഷ്യനായിക്കോട്ടെ, അത് എത്ര കെട്ടിപ്പിടിച്ചു കിടന്ന ഭാര്യയായാലും, എത്ര കെട്ടിപ്പിടിച്ചു കിടന്ന ഭർത്താവായാലും, എത്ര മാറോട് ചേർത്ത് കിടത്തിയ നമ്മുടെ മക്കളായാൽ പോലും ഒരാളും ആ 3 ദിവസം കഴിഞ്ഞാൽ ആ ഖബറിലേക്ക് അടുക്കൂല എന്നാണ്. അത്ര ഭീകരമായിരിക്കും ആ കാഴ്ച. ഇന്ന് അദ്ദേഹം പറയാണ്, നിങ്ങളുടെ വീടിനെ കുറിച്ച് ചിന്തിച്ച് നോക്കണം. നിങ്ങൾ
ഒരു വീടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഏതാണ് ആ വീട്? ആ വീടിന്റെ ചുമരിലൂടെ ഇഴജന്തുക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ വീടിന്റെ ഉള്ളിലൂടെ അഴുകിയ ദുർഗന്ധം വമിക്കുന്ന ചലമൊലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ വീട്ടിലൂടെ പുഴുക്കൾ അരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ വീടിന്റെ ഭിത്തിയിലൂടെ ചെതലുകൾ അരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ആരെങ്കിലും അതിലേക്ക് അടുക്കുമോ? ഇതാണ് നമുക്ക് വരാനുള്ള അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഫേസ് ചെയ്യേണ്ട, അഭിമുഖീകരിക്കേണ്ട ഒരവസ്ഥയാണ് ബർസഖ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഖബറിലേക്ക് നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കാഴ്ചയായിരിക്കും. ഏതാണ് കാഴ്ച? സതജിദു ലഹ്മൻ മുഖത്തഅ, മുറിച്ച് കഷ്ണങ്ങളാക്കിയ മാംസവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചലവും രക്തവും പുഴുക്കുന്ന ഇഴജന്തുക്കളും എല്ലാം അടങ്ങിയ ഒരു കാഴ്ച നിങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ റഅയ്തു മൻളറൻ ഖദ് ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. ഖബറിനേക്കാൾ ഭീകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. കണ്ട കാഴ്ചയിൽ ഏറ്റവും ഭീകരമായത് ഖബറായിരുന്നു എന്നാ. അതാണ് ഖബർ. ഒരിക്കല് വർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വരിക. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമാണ് കൂട്ടുകാരനെ കാണുന്നത്. വളരെ സുന്ദരനും സുമുഖനുമായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരൻ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കോലം കണ്ടിട്ട് കൂട്ടുകാരൻ അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, ഉമർ താങ്കൾക്ക് എന്തു പറ്റി? വല്ല അസുഖവും ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ക്ഷീണം കൊണ്ട് ശോഷിച്ചു പോയ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെയാണ് അദ്ദേഹം കണ്ടത്. ആ സമയത്ത് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, യാ ഫുലാൻ ലൗ റഅയ്തനി ബഅദ സലാസ വഖദ് ഉദ്ഖിൽതു ഖബ്രി. കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്നെ ഖബറിൽ പ്രവേശിപ്പിക്കപ്പെട്ട് 3 ദിവസത്തിന് ശേഷമാണ് എന്നെ കാണുന്നത് എന്നുണ്ടെങ്കിൽ വഖദ് ഖറജത്തിൽ ഹദഖതാൻ, എന്റെ 2 കണ്ണുകളും താഴെ വീണ് പോയിട്ടുണ്ടാകും. എന്റെ 2 കണ്ണുകളും താഴെ വീണ് പോയിട്ടുണ്ടാകും. ഫസാലത്ത് അലൽ ഖദ്ദൈൻ, എന്റെ ഈ തുടുത്ത കവിളുണ്ടല്ലോ, ആ 2 കവിളുകളും ചീഞ്ഞു പോയിട്ടുണ്ടാകും. വതഖല്ലസതി ശഫതാൻ അനിൽ അസ്നാൻ, എന്റെ ചുണ്ടും എന്റെ പല്ലുകളും തമ്മിൽ വേർപെട്ടു പോയിട്ടുണ്ടാകും. ഫതഹൽ ഫം, എന്റെ വായ അങ്ങനെ തുറന്നു കിടക്കുന്നുണ്ടാകും. വനതഅൽ ബത്നു സഅല സ്വദർ, എന്റെ വയറ് വീർത്ത് നെഞ്ചിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാകും. മാത്രമല്ല വഹറജ സുൽബു മിനത് തുബർ, എന്റെ മുൻദ്വാരവും എന്റെ പിൻദ്വാരവും തമ്മിൽ വ്യത്യസ്തമായി മാറിപ്പോയിട്ടുണ്ടാകും. വഖറജ ദൂദു മിനൽ മനാഖിർ, എന്റെ പേശിയുള്ള എന്റെ മാംസമുള്ള എന്റെ ശരീരഭാഗത്തു നിന്നെല്ലാം പുഴുക്കൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നീ എന്നെ കണ്ട ഈ കാഴ്ചയുണ്ടല്ലോ, ഇതിനേക്കാൾ ഭയാനകമായിരിക്കും, ഇതിനേക്കാൾ അത്ഭുതമായിരിക്കും എന്നെ മറമാടി 3 ദിവസത്തിന് ശേഷം നീ കാണുകയാണെങ്കിൽ എന്ന് അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, ആ ബർസഖ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. നമ്മൾ എല്ലാം ദുനിയാവിലെ എന്തൊക്കെ നേടണോ അതിനു വേണ്ടി എല്ലാം നമ്മൾ പണിയെടുക്കുക. ഖൈർ വേണ്ട തന്നെയാ, പക്ഷേ അതൊരിക്കലും ആഖിറം മറന്നിട്ടാവരുത് എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ദുനിയാവ് നമുക്ക് പരീക്ഷണത്തിനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പരീക്ഷയിലാണ് നമ്മളൊക്കെ ഉള്ളത്. അവിടെ ആര് ജയിക്കും ആര് പരാജയപ്പെടുമെന്ന് നമുക്കറിയില്ല. അള്ളാഹു വിജയികളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ രാത്രിയുടെ ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ തികട്ടി വരേണ്ടതുണ്ട്. നമ്മൾ അറിയേണ്ടതുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാഗ്ദത്തം അത് സത്യമാണ് കേട്ടോ. അള്ളാഹുവിന്റെ വാഗ്ദത്തം അത് സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവ് നിങ്ങൾ വഞ്ചിക്കാതിരിക്കട്ടെ. എങ്ങനെ നമ്മൾ വഞ്ചിച്ചത് ദുനിയാവ്? ഈ ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും എല്ലാ അലങ്കാരങ്ങളും എല്ലാ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അവിടെ മത്സരിക്കുകയാണ് നമ്മൾ. നമ്മുടെ അയൽവാസി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ വീട് നമുക്ക് വേണം. അവന് ഒരു കാറ് വാങ്ങിയാൽ അതിലും വലിയ കാറ് നമുക്ക് വേണം. അവന്റെ മക്കളെ വിദേശത്ത് പഠിക്കുമ്പോൾ ലോൺ എടുത്തിട്ടാണെങ്കിലും എൻ്റെ മക്കളെയും വിദേശത്ത് പഠിപ്പിക്കണം. പൊങ്ങച്ചം കാണിക്കുക നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ട്. അവിടെ അല്ലാഹു പറയാ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ,
ഏതുവരെ ഉള്ളൂ എന്നറിയോ? ഈ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും അതുണ്ടാകൂല. അതല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ അതിനു വേണ്ടി മാത്രം കഷ്ടപ്പെടുക. ആഖിറം പോലും മറന്നിട്ട് നമ്മൾ കഷ്ടപ്പെടുക അതിനു വേണ്ടിയിട്ടാ. ഒരിക്കൽ മഹാനായ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ ഒരു ഖബർസ്ഥാന്റെ അടുത്തെത്തി. ആ ഖബർസ്ഥാന്റെ അടുത്തെത്തിയപ്പോ അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് ആ ഖബറിലേക്ക് നോക്കിയിട്ട് പറയുന്ന കുറച്ച് വാചകങ്ങളുണ്ട്. തന്നെ മറന്നുകൊണ്ട് ദുനിയാവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ കേൾക്കണത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ അഹ്ലൽ ഖുബൂർ, എല്ലയോ ഖബറാളികളെ, അമ്മ സൗജാതു ഫഖദ് നുകിഹത്, നിങ്ങളുടെ സ്വന്തം എന്ന് കരുതിയ നിങ്ങളെ പങ്കാളികളുണ്ടല്ലോ, ദുനിയാവില് നിങ്ങളുടെ സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും കൂടെ നിന്നിരുന്ന നിങ്ങളുടെ പങ്കാളികൾ, ആ പങ്കാളികൾ ഇതാ അവരിന്ന് വിവാഹം കഴിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട്, ആഖിറത്തിനെ മറന്നുകൊണ്ട് ദുനിയാവിന് വേണ്ടി മാത്രം പണിയെടുത്തപ്പോ, അതൊരു വീടിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചപ്പോ, അതിനു വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ജീവിച്ച് നിങ്ങൾ ഉണ്ടാക്കി കെട്ടിപ്പൊക്കി നിങ്ങൾ കൊട്ടാര സമാനമായ വീടുകളില്ലേ, ആ വീടുകൾ അതിൽ മറ്റവകാശികൾ കയറി താമസം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ വാരിക്കൂട്ടിയ നിങ്ങളുടെ സമ്പാദ്യങ്ങളുണ്ടല്ലോ, ആ സമ്പാദ്യങ്ങളെല്ലാം നിങ്ങളുടെ അനന്തരാവകാശികൾ വീതം വെച്ചെടുത്തിട്ടുണ്ട്. നേതാൻ പറഞ്ഞു, ഹാദാ ഖബറു മാ ഇൻദനാ, ഞങ്ങളുടെ പക്കൽ നിങ്ങൾക്കുള്ള വാർത്ത ഇതാണ്. വമാ ഖബറു മാ ഇൻദകും, നിങ്ങളുടെ പക്കൽ നിന്ന് ഞങ്ങൾക്കുള്ള വാർത്ത എന്താ? നിങ്ങളുടെ പക്കൽ നിന്ന് ഞങ്ങൾക്കുള്ള വാർത്ത എന്താ? എന്നിട്ട് തന്റെ സഹാബത്തിനെ തിരിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഖബറിലുള്ള ആളുകൾ സംസാരിക്കുമായിരുന്നുവെങ്കിൽ വല്ലാഹി വജദനാ ഖൈറ സാദത് തഖ്വ, അവർ പറയുമായിരുന്നു ദുനിയാവിൽ വെച്ച് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ കഴിയുന്ന തഖ്വയാണ്, ആ തഖ്വ നീ കൈക്കൊള്ളണം കേട്ടോ എന്നവർ പറയുമായിരുന്നുവെന്ന് അലി റളിയല്ലാഹു അൻഹു നമ്മളെ ഉണർത്തുന്നുണ്ട്. നമ്മളറിയണം, ആ തഖ്വയാണ് നമുക്കുണ്ടാവേണ്ടത്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടു കഴിഞ്ഞാല്, ഖബറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാല് കരയുമായിരുന്നു. എത്രത്തോളം? അദ്ദേഹത്തിന്റെ തിങ്ങി നിറഞ്ഞ താടി, ആ താടി രോമങ്ങൾ കണ്ണുനീര് കൊണ്ട് നനഞ്ഞ് കുതിറുമാർ അദ്ദേഹം കരയുമായിരുന്നു. അത് കണ്ടിട്ട് ആളുകൾ ചോദിക്കാറുണ്ട്, തദ്കുറൽ ജന്നത വന്നാരി ഫലാ തബ്കി, നിങ്ങൾ സ്വർഗനരകങ്ങളെ കുറിച്ച് പറയുമ്പോഴൊന്നും ഇത്രമാത്രം കരയാറുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തേ വതബ്കി മിൻ ഹാദാ, ഈ ഖബറിന്റെ അടുത്ത് വരുമ്പോ പിന്നെ എന്തേ നിങ്ങൾ ഇത്രമാത്രം കരയുന്നത്? അദ്ദേഹം പറഞ്ഞത്, എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വല മനാസിലൽ ആഖിറ, നാളെ പരലോകത്തേക്കുള്ള ആദ്യത്തെ ഇടമാണ് ഖബർ എന്ന് പറയുന്നത്. ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറ മിൻഹു, അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നതെല്ലാം എളുപ്പമായിരിക്കും. വഇല്ലം യുൻജി മിൻഹു ഫമാ ബഅദഹു മിൻഹു, അതിൽ നിന്നും രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ശേഷം വരാനുള്ളതെല്ലാം അതിനേക്കാൾ ഭയാനകമായിരിക്കും അദ്ദേഹം പറയുന്നുണ്ട്. പടസബ് കാതേക്ഷിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ആ മരണപ്പെട്ട് ആദ്യ ദിവസം എന്താ സംഭവിക്കുക? നമ്മളൊന്ന് കണ്ണടച്ച് നമ്മളൊന്ന് കാണണം. നമ്മൾ വീട്ടില് നമ്മൾ മയ്യത്തായി കിടക്കുന്ന ആ രംഗം, ആ കഫൻ പുടവയിലെ പൊതിഞ്ഞ് നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ നമ്മളെ കാണാൻ വരുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, എല്ലാവരും കണ്ട് വീട്ടിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് നമ്മളെ മയ്യത്തിങ്ങനെ ചുമന്നു കൊണ്ടുപോകും. അവിടെ അല്ലേ നമുക്ക് വേണ്ടി നമസ്കരിച്ച് ആ പള്ളിയിൽ നിന്ന് വീണ്ടും പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും. നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ആ 6 അടി മണ്ണിലേക്ക് നമ്മളെ ഇറക്കി വെക്കും. ഇറക്കി വെച്ചിട്ട് നമ്മുടെ കവിള് ആ മണ്ണോട് ചേർത്ത് വെക്കും. എന്നിട്ട് മൂടുകല്ല് വെച്ച് നമ്മുടെ ഖബറിന്റെ എല്ലാം മൂടിക്കളയും. ഒരിവിടവും ഉണ്ടാകാത്ത വിധത്തില് കുഴച്ച മണ്ണ് നനച്ചിട്ട് എന്ത് ചെയ്യും? എല്ലാ വിടവും നികത്തും. എല്ലാവരും 3 പിടി മണ്ണിട്ടിട്ട് മീസാൻ കല്ലും നാടി തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ നമ്മൾ കേൾക്കും നമ്മളെ വിട്ടുപോകുന്നവന്റെ കാലൊച്ച.
അസഹനീയമായിരിക്കും ആ ഒച്ചെന്ന. പടച്ച റബ്ബേ, ഞാൻ സ്നേഹിച്ച് പോറ്റി വളർത്തിയ എൻ്റെ മക്കളാണല്ലോ ആ പോണത്. പടച്ച റബ്ബേ, എൻ്റെ സ്നേഹനിധിയായ എൻ്റെ വാപ്പയാണല്ലോ ആ പോണത്. പടച്ച റബ്ബേ, എൻ്റെ കൂടെ എൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവനാണല്ലോ, എൻ്റെ ഭർത്താവാണല്ലോ ആ പോണത്. നമ്മളറിയും അവിടെ ആ 6 അടി മണ്ണില് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ആ ഇരുട്ടിൽ നമ്മൾ ഒറ്റക്കാ. എല്ലാവരും പോയി. പേടിപ്പെടുത്തുന്ന ഏകാന്തതയായിരിക്കുന്നു. ആ ഏകാന്തതയിൽ ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കും. ആരാ സംസാരിക്കുക? ആ ഏകാന്തതയിൽ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഖബറായിരിക്കുന്ന. പ്രവാചകൻ പഠിപ്പിച്ചു, ഇന്നഹു ലം യഅതി അലൽ ഖബ്രി യൗമുൻ ഇല്ലാ തകല്ലമ ഫീഹ്. ഒരാളും ഖബറിലേക്ക് വരാതിരിക്കില്ല ആ ഖബർ അവനോട് സംസാരിച്ചിട്ടല്ലാതെ. ഒരാളും ഖബറിലേക്ക് വരൂല ആ ഖബർ അവനോട് സംസാരിച്ചിട്ടല്ലാതെ. ആ ഖബർ പറയും, അന ബൈത്തുൽ ഖുർബ, ഞാൻ അന്യതയുടെ വീടാ, ഇവിടെ ഒരു പരിചയവുമില്ല, ഞാൻ അന്യതയുടെ വീടാണ്. അന ബൈത്തുൽ വഹ്ദ, ഇവിടെ നിനക്ക് കൂട്ടായിട്ട് ഒരാളുമില്ല, ഞാൻ ഏകാന്തതയുടെ ഭവനമാണ്. അന ബൈത്തു തുറാബ്, നീ ദുനിയാവില് കടന്നിരുന്നത് പടുപടുത്ത മെത്തയിലാണെങ്കിൽ ഇവിടെ കിടക്കുന്നത് ഞാനെന്ന് പറയുന്ന വീട് വെറും മണ്ണാണ് കേട്ടോ. അന ബൈത്തു ദൂദ്, മാത്രമല്ല ഇവിടെ മുഴുവനുള്ളത് പുഴുക്കളാണ്. ഖബർ സംസാരിക്കും. പ്രവാചകൻ പറഞ്ഞു, മുഅ്മിനായ ഒരു മനുഷ്യനാണ് ആ ഖബർ അടക്കിയത് എന്നുണ്ടെങ്കിൽ ആ ഖബർ അവനോട് പറയും, മർഹബൻ വ അഹ്ലാ അമാ ഇൻ കുൻത ലഅഹബ്ബ മൻ യംശി അലാ ളഹ്രി ഇലൈഹി. നിനക്ക് സ്വാഗതം. നീ ദുനിയാവിലൂടെ നടന്നു പോയപ്പോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു നീ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരുന്നു. ഞാൻ എന്താണ് നിന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് നീ കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യും? ഫയത്തസഉ ലഹു മദ്ദ ബസ്വരിഹി, അവന്റെ കണ്ണ് കാണുന്ന അത്രത്തോളം ദൂരം അവന്റെ ഖബറിനെ പടച്ച റബ്ബ് വിശാലമായി കൊടുക്കും. മാത്രമല്ല വയഫ്തഹു ലഹു ബാബു ഇലൽ ജന്ന, ആ സ്വർഗത്തിന്റെ ഒരു വാതിൽ ആ ഖബറിലേക്ക് പടച്ച റബ്ബ് തുറന്നു കൊടുക്കും. അവൻ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ആ സ്വർഗത്തിന്റെ സുഖങ്ങളെല്ലാം കണ്ടാസ്വദിച്ചുകൊണ്ട് അവൻ ആ ഖബറിൽ കിടക്കുന്ന. ഈ കാഫിറായ ഫാജിറായ മനുഷ്യനാണെങ്കിലോ അവിടെ ലാ മർഹബൻ വലാ അഹ്ലാ, അവിടെ യാതൊരു വിധത്തിലുള്ള അഭിസംബോധനയുമില്ല, അവിടെ ഒരു സ്വാഗതവും ഉണ്ടാകില്ല. നീ ഇങ്ങോട്ട് വരണ്ട, കാരണം നീ ഭൂമിയിലൂടെ നടന്നു പോയപ്പോ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവനായിരുന്നു നീ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തവനായിരുന്നു നീ, അതുകൊണ്ട് ഞാൻ എന്താണ് നിന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് നീ കണ്ടോ? ആ ഖബർ അവനെയും കൊണ്ട് അവന്റെ വാരിയെല്ലുകൾ നുറങ്ങിപ്പോകുമാർ അവനെ ഞെരുക്കും. പിന്നീട് ഖബർ ചോദിക്കും, കൈഫ നസീതനി അമാ അലിംത അന്നി ബൈത്തുൽ അക്റഹ് വബൈത്തുദ് ദൂദ് വബൈത്തുൽ വഹ്ശ. നീ എങ്ങനെയാണോ എന്നെ മറന്നുപോയത്? നീ എങ്ങനെയാ എന്നെ മറന്നുപോയത്? നിനക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഒരു ഖബർ വരാനുണ്ട്, അവിടെ നീ ഒറ്റക്കായിരിക്കും ഉണ്ടായിരിക്കുക, ഇത് മണ്ണിന്റെ വീടാണ്, ഇത് പുഴുക്കൾ നിറഞ്ഞ വീടാണ് എന്നൊന്നും അറിവ് നിനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഖബർ ചോദിക്കും അവനോട്. അവസാന മനുഷ്യൻ പറയും, ഖാല റബ്ബിർജിഊൻ, പടച്ചോനെ എന്നെ ഒന്ന് മടക്കിക്കൊണ്ട, പടച്ച റബ്ബേ എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കിക്കൊണ്ട. എന്തിനാ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. പടച്ച റബ്ബേ ദുനിയാവിൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യാതെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ആ ഉപേക്ഷ വരുത്തിയ എല്ലാം പടച്ച റബ്ബേ ഞാൻ ചെയ്തോളാം, അതുകൊണ്ട് എന്നെ നീ ഒന്ന് ദുനിയാവിലേക്ക് മടക്കി തരണം എന്ന് അവൻ യാചിക്കുന്നു. പക്ഷേ യാതൊരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്തു പോയതെല്ലാം അതിന് കൃത്യമായിട്ട് അവിടെ അനുഭവിക്കേണ്ടി വരുന്നുള്ളതാണ്. അബൂ സഈദ് അൽ ഖുദരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയണ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് കുറച്ച് ആളുകൾ ആ പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പരസ്പരം. അല്ലാഹു റസൂൽ പറഞ്ഞു, അമ്മാ ഇന്നകും ലൗ അക്സർതും ഹാദിമിൽ ലദാത്ത് ലശഗലകും അമ്മാ അറാ. നിങ്ങൾ ഈ ദുനിയാവിലെ എല്ലാ സുഖങ്ങളെയും നശിപ്പിക്കുന്ന ഒന്നിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇന്നീ കാണുന്ന ഈ ചിരി ഞാൻ ഇവിടെ കാണുമായിരുന്നില്ല. അതുകൊണ്ട് ഫഅക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദാത്ത്,
സകലമാന സുഖങ്ങളെയും നശിപ്പിക്കുന്ന ആ ഒന്നിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കുണ്ടാവേണ്ടതാണ് ഈ നൈമിഷികമായ ദുനിയാവ്. ആ ദുനിയാവിൽ നിന്ന് വിട്ടുപോകേണ്ടവരാണ് നമ്മളെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളേണ്ടതുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് ദഅവത്തിന് പറഞ്ഞയക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയും മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ പുറത്തു പോവാ. ആ ഒട്ടകത്തിനെ മൂക്കേർ പിടിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവാ. മുആദിനോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ആ നടത്തത്തിൽ. അവസാനം ആ മൂക്കുകയറ് മുആദിന് കൊടുത്തിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, യാ മുആദ് ഇന്നക ലതമുറ ബൈന ഖബ്രി വ മസ്ജിദി, നീ തിരിച്ചു വരുമ്പോ എൻ്റെ ഖബറിൻ്റെയും മസ്ജിദിൻ്റെയും ഇടയിലൂടെയായിരിക്കും തിരിച്ചു വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ ഉണ്ടാവില്ല എന്നർത്ഥം, വഫാത്തായിട്ടുണ്ടാവും. ഇത് കേട്ട ഉടനെ മുആദ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. മുആദിന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ പ്രവാചകൻ തല മദീന നേരെ തിരിച്ചു വന്നു. തിരിച്ചപ്പോ മുആദ് റളിയല്ലാഹു അൻഹു താഴേക്ക് ഇറങ്ങി വന്നിട്ട് പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് വീണ്ടും കരയാം. പ്രവാചകൻ പറഞ്ഞു, ലാ തബ്ഖി യാ മുആദ്, മുആദെ കരയരുത്, മുആദെ കരയരുത്. മുആദ് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിനി നമ്മൾ തമ്മിൽ കാണില്ല എന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് എനിക്കൊരു ഉപദേശം തരണം, അവസാനമായിട്ടൊരു ഉപദേശം തരണം. പ്രവാചകൻ പറഞ്ഞു, യാ മുആദ് ഇന്ന ഔലാ ബിയൽ മുത്തഖൂൻ, എന്നിലേക്ക് ഏറ്റവും അടുത്തവര് തഖ്വയുള്ള ആളുകളാട്ടോ, അതുകൊണ്ട് ആ തഖ്വ നീ കൈപിടിക്കണം. ആ തഖ്വയാണ് നീ എപ്പോഴും കൂടെ കൂട്ടേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളറിയണം, ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മളെല്ലാ ജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أيها الإخوان والأخوات أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എന്തെങ്കിലും മേഖലയും കാത്തുസൂക്ഷിക്കണം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പവിത്രമായ മാസമെന്നറിയപ്പെടുന്ന മുഹറം, ഷഹ്റുല്ലാഹിൽ മുഹറം, ആ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പടച്ച റബ്ബ് ചിലതിനേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ, എല്ലാ മനുഷ്യരെക്കാളും നബിമാർക്ക് അള്ളാഹ് ശ്രേഷ്ഠത നൽകി. ആ നബിമാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠ നൽകിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് തിരഞ്ഞെടുത്തു. എല്ലാ സ്ഥലങ്ങളെക്കാളും ശ്രേഷ്ഠമായത് മക്കയാണെന്ന് പഠിപ്പിച്ചു. എല്ലാ പള്ളികളെക്കാളും ശ്രേഷ്ഠമായത് മസ്ജിദുൽ ഹറാമിന് അള്ളാഹ് നൽകി. എന്ന് പറഞ്ഞ പോലെ ചില മാസങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതിൽ 4 മാസമാണ് നമുക്കെല്ലാവർക്കും അറിയാം: ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ആ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ആ മുഹറം മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് മുഹറം മാസത്തിലെ നോമ്പിനെ കുറിച്ചാണ്. പഠിപ്പിച്ചത് അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യം നൽകിയ നോമ്പെന്ന് പറയുന്നത് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അത്രയേറെ ശ്രേഷ്ഠതയാണ് പ്രവാചകൻ മുഹറം മാസത്തിലെ നോമ്പിന് നൽകിയിട്ടുള്ളത്. അത് നമുക്കറിയാം, 9ഉം 10ഉം, ആശുറായിൻ്റെ നോമ്പും താസുറായിൻ്റെ നോമ്പെന്ന് പറയുന്നത്. ആശുറായിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് സുയാമു യൗമി ആശുറാ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ല. കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറുപാപങ്ങളെല്ലാം ആ നോമ്പ് കൊണ്ട് പടച്ച റബ്ബ് പുറത്തു തരുന്നു. അതുപോലെ തന്നെ
താസുറായിന്റെ നോമ്പ്, 9 മുഹറം 9 നോമ്പ് പ്രവാചകൻ ഒരിക്കലും നോറ്റിട്ടില്ലാത്ത, എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പെടുക്കുമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 നോമ്പുകൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പടച്ചിറബ് പൊറുക്കാനുള്ള അവസരമാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. പടച്ചിറബ് നമ്മൾ വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെയും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ, പാപികളാണ് നാഥ, ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട് എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെയും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കിടയിൽ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കിടയിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളെയും നീ ശിഫയായി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മുസ്ലിമായതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് കഷ്ടപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നാഥ. അവർക്ക് നീ ക്ഷമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മുസ്തദഅഫീന അലാ അർളി ഫലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മുസ്തദഅഫീന അലാ അർളി ഫലസ്തീൻ. اللهم أعز أهل غزة. اللهم أعز أهل غزة. اللهم فرج عن أهل غزة. اللهم فرج أهل غزة. اللهم قبل شهيدهم. اللهم ارحم ميتهم. اللهم كفف جراحاتهم وبرد آلامهم. اللهم انصر الإسلام وأعز المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. عباد الله، أقيموا الصلاة.